ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല രുചിയുള്ള ഓട്സ് ദോശയാണ്. ഓട്സ് കൊണ്ട് റെഡിയാക്കി എടുക്കുന്ന ഈ ദോശ നമുക്ക് കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ദോശ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഓട്സ് ആദ്യം തന്നെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. നോർമൽ ഓട്സ് ആണ് കയ്യിലുള്ളതെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഓട്സ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. നല്ലതുപോലെ പൊടിച്ചെടുത്ത ഓട്സ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിവിടെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളെടുക്കുന്ന ഓട്സും ഗോതമ്പ് പൊടിയും അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. 10 തുടങ്ങി 15 മിനിറ്റ് വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ചെറിയ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക്. നമ്മളിവിടെ 1 പച്ചമുളകാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയില, നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്യുന്ന ടൈമിൽ ബാറ്റർ തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബാറ്റർ കൂടുതൽ തിക്കും കൂടുതൽ ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഇവിടെ ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ദോശയുടെ ബാറ്റർ ഈ ഒരു പാകത്തിന് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കി തുടങ്ങാം. പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പാൻ ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് വേണ്ട ബാറ്റർ ഒഴിച്ചു കൊടുത്ത് പരത്തി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. നമ്മളിതിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ സ്മൂത്തായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ജസ്റ്റ് റൗണ്ടാക്കി എടുത്താൽ മാത്രം മതിയാകും. ദോശ ഇതുപോലൊന്ന് പരത്തിയെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസ് എല്ലാം കുക്കായി വരണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മുടെ ദോശയുടെ മുകൾ ഭാഗം ഇതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ടാകും. ഓയിലോ നെയ്യോ ബട്ടറോ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓയിലോ ബട്ടറോ നെയ്യോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ദോശ മുരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഓട്സ് ദോശ റെഡിയായി വന്നിട്ടുണ്ട്. പാനിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ദോശ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്